വിനോദ് സെൻ കൂടി ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ വിനോദ് സെൻ, ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ദിമാഗി നക്സൽ എന്ന പരാമർശമാണല്ലോ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇത്തരം സമീപനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൊതുസമൂഹത്തിനിടയിൽ ചർച്ചാ വിഷയമാണ്. ഒന്ന്, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്റ്റാൻഡാണ്. AICC ആസ്ഥാനത്ത് എന്താണ് നടന്നത് എന്ന് മുഴുവൻ ആളുകളും കണ്ടതാണ്. ഭാരതത്തിൻ്റെ ദേശീയ ഗീതത്തെ ഈ രീതിയിൽ അടുത്ത കാലത്തൊന്നും ആരും ആക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. പാകിസ്ഥാന് ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ നേർന്നുകൊണ്ട്. വളരെ വിചിത്രമായ നടപടിയാണ്. ആ നേതാവിന് ഇന്നേ വരെ ഒരു സിംഗിൾ കോൺഗ്രസ് നേതാവ് കേരളത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കോൺഗ്രസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? കോൺഗ്രസിൻ്റെ രാഷ്ട്രസ്നേഹം, ദേശീയത, ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും ഇല്ലാണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണല്ലോ. കേട്ടിട്ട് സ്റ്റുഡിയോ ഫ്ലോർ ലഞ്ചിൽ നമ്മൾ പൊട്ടിച്ചിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അവതാരകനായ അങ്ങ് പറഞ്ഞത്. 1982 മാത്രം രൂപീകരിച്ച, ഇപ്പോൾ അധികാരത്തിൽ തുടരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുമ്പിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ദീർഘകാലം ഇന്ത്യ ഭരിച്ച, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ രാജ്യത്തിനെ സൃഷ്ടിച്ചെടുത്ത, ഈ രാജ്യത്തിന് ഭരണഘടനയും ഈ രാജ്യത്തിന് വോട്ടർ പട്ടികയും ഈ രാജ്യത്തിന് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പും എല്ലാം നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കി ഈ രാജ്യത്തെ പരിപാലിച്ച ഒരു രാഷ്ട്രീയ കക്ഷി ഈ പറയുന്നത് പോലെ തലനാരിഴ കീറി അതിൻ്റെ ദേശസ്നേഹം പരിശോധിച്ച് ദേശസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ആഫീസിൽ നിന്ന് വാങ്ങണം എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനം ഇത് കഴിഞ്ഞ കുറേ കാലം കൊണ്ടുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ആരഭിപ്രായം പറഞ്ഞാലും അതിൻ്റെ ഏതെങ്കിലും ഒരു വരിയെയോ വാക്കിനെയോ അടർത്തിയെടുത്തിട്ട് അവരെ ഒറ്റ വാക്കിൽ പറയുകയാണ് രാജ്യദ്രോഹികളാണ്. ഈ രാജ്യം 1947 ഈ രാജ്യം രാജ്യമായിട്ടല്ല രൂപം കൊണ്ടത്. ഈ രാജ്യത്തിൽ 500-ൽ പരം നാട്ടുരാജ്യങ്ങൾ അവരുടെ ഭാവി ഭാഗതയും എപ്രകാരം വേണം, അവർക്കൊന്നുകിൽ ഇന്ത്യൻ യൂണിയനിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായി നിൽക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനവുമായിട്ടാണ് ബ്രിട്ടൻ വിടവാങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന രാജ്യം രൂപപ്പെട്ടത്. അതിനകത്തൊക്കെ ഈ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന, അധികാരത്തിലിരുന്ന രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസിൻ്റെയും ഇതര രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാം ഇന്ത്യക്കാരുടെ മൊത്തം സംഭാവനയുണ്ട്. അതിൽ ഇന്നത്തെ രാഷ്ട്രീയ കക്ഷി, ഇന്ന് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷി, ആ രാഷ്ട്രീയ കക്ഷിയെ എതിർക്കുന്നവർ അവരെല്ലാം രാജ്യദ്രോഹികളാണ്. ഞങ്ങളുടെയൊക്കെ രാജ്യസ്നേഹം, ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും ഒക്കെ ആദരിക്കുന്നവരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങൾ BJP ആഫീസിൽ നിന്ന് വാങ്ങണം എന്ന് പറയുന്നത് പരിതാപകരമാണ്. രാജ്യസ്നേഹം പറയട്ടെ, രാജ്യസ്നേഹം നിങ്ങളുടെ ഔദാര്യമല്ല. ഈ രാജ്യമുണ്ടായി എത്രയോ വർഷത്തിന് ശേഷമാണ് ജനം TV അടക്കമുള്ളവർക്ക് അഭിപ്രായ ഐക്യമുള്ള BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഉണ്ടാകുന്നത്. ആ രാഷ്ട്രീയ കക്ഷിക്ക് മുന്നേ ഈ രാജ്യമുണ്ട്. ഈ രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഈ രാജ്യം ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ളൊരു രൂപകൽപ്പന ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് വന്നിട്ട് നമ്മൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, ഇപ്പോൾ എൻ്റെ ഓർമ്മ വച്ച നാൾ മുതൽ ഈ രാജ്യത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ എൻ്റെ 4 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയത്തിനിടയിൽ ഞങ്ങളുടെ യോഗങ്ങൾ തുടങ്ങുന്നത് വന്ദേ മാതരത്തിലും ഞങ്ങളുടെ യോഗങ്ങൾ അവസാനിക്കുന്നത് ദേശീയ ഗാനത്തിലുമാണ്. യാതൊരു തരത്തിലുള്ള അവ്യക്തതയും അതിൽ ഞങ്ങൾക്ക് ഏറ്റവും അവസാനം കരുണാകരൻ്റെ ഓർമ്മ ദിവസം KPCCയിൽ സംഘടിപ്പിച്ചതിൽ വരെ ഞങ്ങൾക്കൊരു മാറ്റവുമില്ല. ഇനി ഈ പാടി കേൾപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ പാടുന്ന പാട്ടുകൾ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ പാടിയില്ലല്ലോ, പറയട്ടെ, അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ, അത് നിങ്ങളുടെ അഭിപ്രായമല്ലേ. ഞങ്ങൾ 1947 സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പേ അല്ലേ ഈ ഗാനം വന്നത്. ഈ ഗാനം എഴുതിയത് BJP പറഞ്ഞിട്ടല്ല. പക്ഷേ 1937 നിങ്ങൾ മുസ്ലിം ലീഗിന് അടിമപ്പെട്ട് നിങ്ങൾ ഈ പാട്ട് പാടുന്ന പരിപാടി. ഈ മുസ്ലിം ലീഗിന് അടിമപ്പെട്ട് ഞങ്ങൾ പാട്ട് പാടാതിരുന്നോ എന്നുള്ളത് ഗൗതത്തിന്റെ മുമ്പിൽ തെളിയിക്കേണ്ടത് ഈ രാഷ്ട്രീയ കക്ഷിയുടെ ഇതപര്യന്തമുള്ള ചരിത്രം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചില്ല. ഇത് പാടിയോ പാടിയില്ല എന്നുള്ളത് താങ്കൾക്ക് അറിയില്ലല്ലോ. ഈ രാജ്യം മുഴുവൻ ഈ പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് 1930 ഞങ്ങൾ എത്രത്തോളം പാടണമെന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം. ആ കാരണം നിങ്ങളുടെ മുമ്പിൽ ഇതാ ഈ അയോധ്യ രാമക്ഷേത്രം കൊള്ളയടിച്ച ആ രാഷ്ട്രീയ വിഷയം വളരെ തീവ്രമായി കത്തി നിൽക്കുമ്പോൾ ഇന്നലെ വരെ ഈ 1937 വന്ന വന്ദേ മാതരത്തെക്കുറിച്ച് 10 വർഷം കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക്, ദീർഘകാലം കൊണ്ട് ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് അപ്പോഴൊന്നും വന്ദേ മാതരത്തിനോട് സ്നേഹമില്ല. കോൺഗ്രസ് പാടുന്നോ, മാർക്സിസ്റ്റ് പാടുന്നോ, മറ്റേ വേറെ ആരെങ്കിലും പാടുന്നോ ചോദ്യമില്ല.
ഈ വന്ദേ മാതരത്തിന്റെ വന്ദേ പ്രണയം മാതരത്തിന് പറയട്ടെ. 150-ആം വർഷമല്ലേ? ഞാൻ പറയട്ടെ, വന്ദേ മാതരത്തിന്റെ പ്രണയം എപ്പോഴാണ് വന്നത്? വന്ദേ മാതരത്തിന്റെ പ്രണയം വന്നത് രാമക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു. ഈ രാജ്യത്തിന്റെ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശബരിമലയിൽ അവൻ അർച്ചന നടത്തുന്നത് പോലെ അവൻ്റെ വിശ്വാസത്തിൻ്റെ മിച്ചമൂല്യമാണ്. ഞാൻ ഈ കാണിക്കവഞ്ചിയിലേക്ക് ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിശ്വാസത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ദൈവത്തിൻ്റെ മുന്നിൽ ആ ദൈവം ഇവിടെ ഒന്ന് സ്വീകരിച്ചുകൊണ്ട് പോകണം, അതല്ല, അതൊരു വിശ്വാസിയുടെ വിശ്വാസമാണ്. ആ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു. ആ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ പോലും ഞാൻ പറഞ്ഞോട്ടെ സാർ, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലോ, പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാവണ്ടേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ വിഷയം കത്തി നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പെട്ടെന്ന് ഒരു സുപ്രീം കോടതി, നമ്മളാരും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും പ്രതീക്ഷിക്കാതെയാണ് സുപ്രീം കോടതിയിൽ പാറ്റ എന്ന് പറയുന്ന ഒരു പ്രയോഗം വരുന്നു. അതിൻ്റെ പിന്നാലെ നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികൾ, ഞാൻ BJP അടക്കമുള്ളവരെ പറയുന്നത്, നമ്മുടെ ആരുടെയും രൂപകൽപ്പനയ്ക്ക് വിധേയപ്പെടാത്ത രീതിയിൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ്, നമ്മളെല്ലാം ഇവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിരുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ, എൻ്റെ ഈ ശിവശങ്കർ സാറിൻ്റെയൊക്കെ മക്കളുടെ പ്രായമുള്ള കുട്ടികളെല്ലാം ചേർന്നിട്ട് നമ്മുടെ നിലവിലെ ഭരണകൂടത്തിനെതിരായി ഒരു വലിയ പ്രക്ഷോഭം വരുന്നു. ഇതെല്ലാം വരുന്ന ഒരു ഇന്ന് നമ്മൾ വീണ്ടും അറിയുന്നു, കുട്ടികളുടെ പരീക്ഷ, ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ, ആ സിസ്റ്റവും തകർന്നിരിക്കുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട സാഹചര്യത്തിലാണ് 1937 വന്ദേ മാതരം നിങ്ങൾ പാടുന്നുണ്ടോ മിസ്റ്റർ വിനോദ്, അല്ലെങ്കിൽ നിങ്ങൾ പാടുന്നുണ്ടോ എന്ന ചോദ്യവുമായി നിങ്ങൾ താങ്കൾ പറഞ്ഞു വരുന്നത്. അപ്പം ഇത് BJPയുടെ രാഷ്ട്രീയമാണ്, ഞാൻ പറയട്ടെ, അയോധ്യ കൊള്ള മറക്കാനാണ്, ഇതെല്ലാം താങ്കൾ പറഞ്ഞു. പക്ഷേ എൻ്റെ സിമ്പിൾ ചോദ്യം, നിങ്ങൾ എന്താ ഇത് മുഴുവൻ പാടാത്തത്? നിങ്ങൾക്ക് എന്താണ് ഈ വന്ദേ മാതരത്തോട് പ്രശ്നം? അതിന്റെ ആൻസർ താങ്കൾ പറഞ്ഞില്ല. ഈ 1937 മുതൽ 2026 വരെ ഞങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. അതിന്റെ കുത്തക 82 രൂപീകരിച്ച നിങ്ങൾക്കല്ല. ഇപ്പൊ എന്താ പൂർണ്ണമായി പാടാത്ത? ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമായി പാടണമോ പൂർണ്ണമായി പാടാതിരിക്കണമോ എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ പാടിക്കൊള്ളാം, നിങ്ങൾ പേടിക്കേണ്ടത്. അല്ല, അത് കർണാടകയിൽ പാടി, തെലങ്കാനയിൽ പാടി, ജമ്മു കാശ്മീരിൽ, കേരളത്തിൽ എന്താ പ്രശ്നം? കേരളത്തിൽ നമ്മുടെ ഒരു പ്രശ്നവും കേരളത്തിലില്ല. ഞാൻ അതാ പറഞ്ഞത്, ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്ഥാനത്ത് എല്ലാ യോഗത്തിനും വന്ദേ മാതരം ചൊല്ലിയിട്ടേ യോഗം തുടങ്ങാറുള്ളൂ സാർ. വന്ദേ മാതരത്തോട് അത് നിങ്ങൾക്കറിയാം. പൂർണ്ണമായിട്ടോ അപൂർണമായിട്ടോ ഈ രാജ്യത്ത് വന്ദേ മാതരം എഴുതിയത് ഞങ്ങളാണല്ലോ. ആ വന്ദേ മാതരം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉച്ചത്തിൽ പാടിയത് ഞങ്ങളാണല്ലോ. ആ പാട്ട് ഞങ്ങൾ ഇപ്പോഴും പാടുന്നുണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ നിങ്ങൾ കയറി പിടിക്കണ്ട. മതേതരത്വ മൂല്യമുള്ള വന്ദേ മാതരം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര ഗീതം, ആ സ്വാതന്ത്ര്യ സമര ഗീതം അത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ മറ്റൊരു പ്ലാറ്റ്ഫോമിലും അല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും വന്ദേ മാതരത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് വന്ദേ മാതരമാണോ, ഈ രാജ്യത്ത് ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചാണോ എന്നുള്ളതാണ് പ്രസക്തമായത്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്.